വചനം വചനം ത്രിയേക ദൈവമവചനം വചനം. പ്രിയമുള്ളവരെ, നമ്മളിന്ന് പെസഹകാലത്തിലെ 5-ാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളിന്ന് വായിച്ചു കേൾക്കാൻ പോകുന്ന സുവിശേഷം യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 31 മുതൽ 33 വരെയും 34 മുതൽ 35 വരെയുമുള്ള വാക്യങ്ങളാണ്. ഈ സുവിശേഷത്തിലെ പ്രധാനപ്പെട്ട പ്രമേയം എന്ന് പറയുന്നത് സ്നേഹത്തെക്കുറിച്ചാണ്. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്നുള്ളതാണ്. ലോകത്തിൽ ഇതുവരെ ആരും തന്നെ പറയാത്ത ഒരു വാക്യമാണത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക. പലരും നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ യേശു പറഞ്ഞ അടുത്ത വാക്യമാണ് പ്രധാനപ്പെട്ടത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക. ഇത് യേശു പറഞ്ഞു വെച്ചത് നമുക്ക് ചർച്ച ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗമായിട്ടല്ല, എന്ന് വെച്ചാൽ ഇതൊരു ഇൻ്റലക്ച്വൽ തോട്ടായിട്ടല്ല, മറിച്ച് അത് യേശുവിൻ്റെ ഒരു ജീവിത രീതിയായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് അന്ത്യചർച്ചകളിലും ഒക്കെ ആയിട്ട് വന്ന് വട്ടമേശയ്ക്ക് ചുറ്റുമിരുന്ന് അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും പിന്നെ അതിൻ്റെ മധ്യവർത്തിയും ഒക്കെ ആയിട്ട് ഇരുന്ന് ചർച്ച ചെയ്ത് ഒക്കെ പോയിക്കുന്ന ഒരു കാലഘട്ടം. എന്നാൽ യേശു പറഞ്ഞു വയ്ക്കുന്നത് മുഴുവനായിട്ടും തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് യേശുവിൻ്റെ ഒരു ജീവിത രീതിയായിരുന്നു, ഒരു വേ ഓഫ് ലൈഫായിരുന്നു എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കേട്ട ഒരു സന്ദേശമുണ്ട്, നമ്മുടെ കപ്പിസ്ഥാനച്ചൻ്റെ സന്ദേശമാണ്. അദ്ദേഹം പറഞ്ഞത്, ഈ ദീപ ഭട്കെ എന്ന ഒരു സംവിധായിക എഴുതിയ ഒരു ഡോക്യുമെൻ്ററി ഉണ്ട്. അത് നീറോസ് ഗസ്റ്റ് എന്നാണ്, നീറോയുടെ അതിഥികൾ എന്നാണ് അതിൻ്റെ പേര്. ആ ഡോക്യുമെൻ്ററിയിൽ പി ശ്രീനാഥ് എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് ഈ നീറോ ചക്രവർത്തിയുടെ പോരാട്ടങ്ങളെക്കുറിച്ചൊക്കെ വിവരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു വരുന്നത് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ വിരുന്ന് നടത്തിയ ഒരു മനുഷ്യനായിരുന്നു നീറോ ചക്രവർത്തി എന്നാണ്. അതിൻ്റെ പ്രത്യേകത ഇതായിരുന്നു, അദ്ദേഹത്തിൻ്റെ യുദ്ധങ്ങളൊക്കെ ജയിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെയുള്ള പ്രമാണിമാരെയൊക്കെ എല്ലാം വിളിച്ചു അദ്ദേഹത്തിൻ്റെ ഉദ്യാനത്തിലേക്ക് അവരെ കൊണ്ടുവരികയും ചെയ്തു. പക്ഷേ അതിൻ്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞത് അത് സന്ധ്യാസമയത്തായിരുന്നു ആ വിരുന്ന് ഒരുക്കിയതെന്നുള്ളതായിരുന്നു. അതുകൊണ്ട് അവിടെ ലൈറ്റ് കുറവായിരുന്നു, വെളിച്ചം കുറവായിരുന്നു. അപ്പോൾ അദ്ദേഹം ചെയ്ത കാര്യം ഇതായിരുന്നു, ജയിലിൽ കിടന്നിരുന്ന ക്രിമിനൽസിനെ എല്ലാം എണ്ണയിൽ മുക്കിയെടുത്ത് അദ്ദേഹം ഈ ഉദ്യാനത്തിൽ തീപ്പന്തങ്ങളായിട്ട് കത്തിച്ചു നിർത്തി എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ ഇപ്പോൾ ഈ ശ്രീനാഥ് പറയുന്നത്, പി ശ്രീനാഥ് പറയുന്ന പ്രകാരം അദ്ദേഹം ഒരു ലൂണാറ്റിക് ആയിരുന്നു എന്നുള്ളതാണ്, ഒരു വട്ടനായിരുന്നു, ഒരു ഭ്രാന്തനായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത് അനുകരിക്കേണ്ടവരല്ല, മറിച്ച് നമുക്ക് നല്ല മറ്റൊരു ഉദാഹരണമാണ് കർത്താവ് കാണിച്ചു തരുന്നത്. ഒരു വലിയ ഒരു വിരുന്നിൻ്റെ മറ്റൊരു ഉദാഹരണം. അതിലധികം അതിഥികളൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ യേശുവിൻ്റെ 12 ശിഷ്യന്മാരും യേശു മാത്രമുണ്ടായിരുന്ന ആ വിരുന്ന്. പക്ഷേ അത് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയൊരു വിരുന്നായിട്ട് മാറുന്നത് കർത്താവിൻ്റെ സ്നേഹം അവിടെ പ്രകടമായതുകൊണ്ട് മാത്രമാണ്. ഗുരു തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി അത് ചുംബിച്ച് സ്നേഹത്തിൻ്റെ ഒരു വലിയ മാതൃക ലോകത്തിന് കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ സ്നേഹിക്കാൻ പറഞ്ഞ ഗുരു തന്നെ സ്നേഹമെന്തെന്ന് തൻ്റെ ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു ചിന്ത എന്ന് പറയുന്നത്, സ്നേഹം ഒരിക്കലും ചിറകെട്ടി നിർത്താനുള്ള ഒന്നല്ല, മറിച്ച് അത് മുഴുവനായിട്ടും കൊടുത്തു തീർക്കേണ്ടതും അനുഭവിച്ച് തീർക്കേണ്ടതുമായിട്ടുള്ള ഒന്നാണെന്നുള്ളതാണ്. അളന്നു കൊടുക്കാനുള്ളതല്ല, മറിച്ച് മുഴുവനായിട്ടും കൊടുത്തു തീർക്കുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും അപരനിൽ ദൈവത്തിൻ്റെ മുഖം കാണേണ്ടവരാണ്. കാരണം ദൈവം നമ്മളെ എല്ലാവരെയും തൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ സഹോദരങ്ങളിൽ ദൈവത്തിൻ്റെ മുഖം കണ്ട് ജീവിക്കേണ്ടവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ മാത്രമാണ് നമുക്കവരെ സ്നേഹിക്കാനായിട്ട് സാധിക്കുക. ഈ സ്നേഹത്തിൻ്റെ ഒരു വിരുന്നുശാല നിർമ്മിക്കുന്നവരായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം. നമുക്കറിയാം, ഇന്ന് ഒരുപാട് കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കപ്പെടുന്നുണ്ട്, ഒരുപാട് സംരംഭങ്ങളൊക്കെ നിർമ്മിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അതൊക്കെയെല്ലാം കുറച്ച് കാലം കഴിയുമ്പോൾ നശിച്ചു പോകുന്നതായിട്ടോ
വിള്ളലുകൾ വീഴുന്നതായിട്ടോ അല്ലെങ്കിൽ പൊളിച്ചു കളയേണ്ടി വരുന്നവയൊക്കെ ആയിട്ട് മാറിപ്പോകുന്നുണ്ട്. എന്നാൽ കർത്താവ് നമുക്ക് പറഞ്ഞു തന്ന സ്നേഹമെന്ന് പറയുന്ന ആ ഒരു വലിയ വിരുന്നുശാല, അത് നമ്മൾ എപ്പോഴും സ്നേഹം കൊണ്ട് തന്നെ തീർക്കേണ്ടതാണ്. ഒരിക്കലും വിള്ളലുകൾ വരാൻ പാടില്ലാത്ത വിധം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ് എന്നുള്ളൊരു ചിന്ത ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്നുണ്ട്. മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് സ്നേഹം വിളമ്പുന്ന ആതിഥേയരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന സാജൻ പി മാത്യു അച്ഛൻ്റെ ഒരു മനോഹരമായ ഗാനമാണല്ലോ, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല എന്ന്. അദ്ദേഹത്തിൻ്റെ ചികിത്സ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം എഴുതിയ ഒരു ഗാനമാണത്. അത് വളരെ മനോഹരമായിട്ട് ഇന്ന് ലോകം മുഴുവൻ തന്നെ കേൾക്കുകയും അതിനെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് വന്ന വരികളാണ് പിന്നീട് മനോഹരമായ ഒരു ഗാനമായിട്ട് മാറുന്നത്. എവിടെയോ വായിച്ചു കേട്ട ഒരു സംഭവം ഇങ്ങനെ ഓർക്കുകയാണ്. ഡൈവോഴ്സ് കിട്ടിയിട്ടും 1 മാസം കഴിഞ്ഞപ്പോൾ അവൾക്കെഴുതി, അഹങ്കാരം ഒഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നിൻ്റെ കൂടെ ഇല്ലെങ്കിൽ എനിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. അപ്പോൾ അവൾ അതിന് മറുപടി എഴുതി, കടമകളും അവകാശങ്ങളും മാത്രമേ എടുത്തു മാറ്റിയിട്ടുള്ളൂ, സ്നേഹം ഇപ്പോഴും അവിടെയുണ്ട് എന്നുള്ളതാണ്. കടമകളും അവകാശങ്ങളും മാത്രമേ എടുത്തു മാറ്റിയിട്ടുള്ളൂ, സ്നേഹം ഇപ്പോഴും അവിടെയുണ്ട്. അതിനുശേഷം അവർ രണ്ടുപേരും കൂടുതലായി സ്നേഹിക്കാൻ തുടങ്ങി. മറ്റ് എന്നത്തെക്കാളും കൂടുതലായിട്ട് അവർ സ്നേഹബന്ധത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കാത്ത ഒരു നെവർ എൻഡിങ് ആയിട്ടുള്ള ഒരു അത്ഭുതമാണ് സ്നേഹം എന്ന് പറയുന്നത്. അതൊരു ദൈവാനുഭൂതി നമുക്കെല്ലാവർക്കും നൽകുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു വയ്ക്കുന്ന ആ 2025 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് പറഞ്ഞു വെച്ച ഈ സംഭവം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. നിങ്ങളുടെ സ്നേഹം കണ്ട് ലോകമറിയണം നിങ്ങളെൻ്റെ ശിഷ്യന്മാരാണെന്ന്. ഈ വചനത്തിന് ഒരിക്കലും ഒരു അറുതി വന്നു പോയിട്ടില്ല, മറിച്ച് ഇന്നും സ്നേഹം ലോകത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഞായറാഴ്ച നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ സ്നേഹം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്നും ഉണ്ടാകുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.